ഹലോ വെൽക്കം ടു ന്യൂമിക്സ് ലേണിംഗ്സ്. അഫീഫ് അലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സെറ്റല്ലേ? നമ്മുടെ SSLC റിവിഷൻ സീരീസിലെ 28ാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ SCERT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് സിയിലെ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ്. ജോമെട്രി ആൻഡ് ആൽജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. റെഡിയാണല്ലോ? ആ ക്വസ്റ്റ്യൻസ് 2 എണ്ണം ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏതാണ് ക്വസ്റ്റ്യൻ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാ? In the picture, the point P divides the line AB in the ratio 1:2. റെഡിയാണല്ലോ? AB എന്ന് പറയുന്ന വരയെ 1:2 എന്ന അംശബന്ധത്തിൽ എന്ന റേഷ്യോയിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഭാഗിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേ. കാൽക്കുലേറ്റ് ദി ലെങ്ത് AC ആൻഡ് BC. AC-യുടെ ലെങ്തും BC-യുടെ ലെങ്തും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അടുത്തതോ, കാൽക്കുലേറ്റ് ദി ലെങ്ത് AD ആൻഡ് PD. AD-യുടെയും PD-യുടെയും ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ദെൻ കാൽക്കുലേറ്റ് ദി കോർഡിനേറ്റ് ഓഫ് P എന്ന് പറയുന്ന സംഖ്യയുടെ സൂചക സംഖ്യകൾ കണ്ടെത്താനാണ് പറഞ്ഞത്. നമുക്കൊന്ന് നോക്കാം. എന്താ? AB എന്ന വരയെ 1:2 എന്ന അംശബന്ധത്തിൽ മുറിക്കുന്ന ബിന്ദുവാണ് P. അല്ലെ? AB എന്ന വരയെ 1:2 എന്ന റേഷ്യോയിൽ അംശബന്ധത്തിൽ മുറിക്കുന്ന പോയിന്റ് ആണ് ഇത് P. ഇനി AC BC എന്നിവയുടെ നീളങ്ങൾ കണക്കാക്കണം. അതുപോലെ AD PD, AD-യുടെയും PD-യുടെയും കണക്കാക്കണം. ദെൻ P-യുടെ സൂചക സംഖ്യകൾ എഴുതണം. റെഡിയാണല്ലോ? വെരി വെരി സിമ്പിൾ ആയിട്ടുള്ള വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നന്നായിട്ട് ശ്രദ്ധിച്ചോ. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എയുടെ കോർഡിനേറ്റ്സ് 6-4 ആണ്, ബിയുടേത് 10-15 ആണ്. അങ്ങനെയെങ്കിൽ സിയുടേത് നമുക്ക് കാണണം. അപ്പൊ മക്കളെ, നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് സിയുടെ സൂചക സംഖ്യ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതൊരു റെക്ടാങ്കിൾ, ഒരു ചതുരത്തിന്റെ പോലെയാണല്ലേ. ഇത് റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണമാണെങ്കിലും ഇവിടെ x 10 ആണെങ്കിൽ ഇവിടുത്തെ എക്സും എത്ര തന്നെയായിരിക്കും? 10 ആയിരിക്കും. 10. അപ്പൊ x നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. y ഇവിടെ 6 ആണ്. അപ്പൊ ഇവിടെയും എത്രയായിരിക്കും? 6. അപ്പൊ ഈ കാണുന്ന സിയുടെ കോർഡിനേറ്റ് നമുക്ക് കിട്ടി. എത്രയാണ്? 10, 6. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ A ക്വസ്റ്റ്യന്റെ ആൻസർ കാണാണ് AC എത്രയെന്ന് കാണണം. AC സമം റൂട്ട് ഓഫ് ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം. എന്താ ഇക്വേഷൻ? x1 - x2 whole square plus y1 - y2 whole square. ഇതൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ AC-യുടെ ലെങ്ത് കാണുന്നത്. ഇവിടെ A-യിലുള്ള x 4 ആണ്. അത് ഇവിടെ വന്നപ്പോൾ എത്രയായി? 10 ആയി മാറി. 4 10 ആവണമെങ്കിൽ 6. അപ്പൊ 6 സ്ക്വയർ. ഇപ്പുറത്തോ ഇവിടെ 6 ആണ്, ഇവിടെയും 6 ആ. ചേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പൊ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. 6 സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അപ്പൊ AC എത്രയാണ്? 6 ആണ് കിട്ടിയത്. 6. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ BC നമ്മൾ കാണാൻ പോവാണ്. BC സമം, മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ, BC സമം റൂട്ട് ഓഫ് ഒന്ന് പറഞ്ഞേ. ഇവിടെ x 10 ആണ്, ഇവിടെ എക്സും എന്താണ്? 10 തന്നെയാണ് ആവുന്നത്. നോ ചേഞ്ച്. അപ്പൊ നമ്മളത് പരിഗണിക്കേണ്ട. ഇനി ഇവിടെ 6 15 ആയി. ഇവിടെ 6 എത്രയായി? 15. അതായത് 9 ആണ് ഡിഫറൻസ്. 9 സ്ക്വയർ. 9 സ്ക്വയറിന്റെ റൂട്ട് എത്രയാണ്? 9 ആണ്. അപ്പൊ നമുക്ക് AC 6, BC എത്ര കിട്ടി? 9 കിട്ടി. AC 6 കിട്ടി, BC എത്ര കിട്ടി? 9 കിട്ടി. സെറ്റ് ആണല്ലോ? അപ്പൊ A ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി മക്കളെ. ഇനി B ക്വസ്റ്റ്യന്റെ ആൻസർ നന്നായിട്ട് ശ്രദ്ധിച്ചോ. B ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. B ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? B ക്വസ്റ്റ്യൻ എന്താണ്? B ക്വസ്റ്റ്യൻ ആദ്യം അതൊന്ന് നോക്കാം. എന്താണ് B ക്വസ്റ്റ്യൻ മക്കളെ? പറഞ്ഞേ. എന്താ B? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് AD ആൻഡ് PD. AD-യുടെയും PD-യുടെയും ആണ് കാണുന്നത്. അതിനു മുമ്പ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 2 റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, 2 മട്ടത്രികോണം. ഒന്നാമത്തത് ACB, രണ്ടാമത്തത് ADP. ഈ 2 മട്ടത്രികോണത്തിലും കൂടി പ്രത്യേകതയുണ്ട്. എന്താ? ഇതിലെ 3 കോണും എന്താണ്? ഈക്വൽ. കാരണം ഈ കോൺ എന്ന് പറയുന്നത് 2 ത്രികോണത്തിനും കോമൺ ആണ്. ഇത് 90 ആണ്, ഇത് 90 ആണ്. അപ്പൊ ഈ കോൺ 2 ത്രികോണത്തിനും സെയിം ആണ്. ഇത് രണ്ടും 90 ആണെങ്കിൽ ഈ കോണും എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും.
അതായത് ഒന്നാമത്തെ ട്രയാങ്കിളും രണ്ടാമത്തെ ട്രയാങ്കിളും എന്താണ്, രണ്ടിന്റെയും കോണുകൾ എന്താണ്, തുല്യമാണ്. കോണുകൾ തുല്യമാണെങ്കിൽ അവയുടെ വശങ്ങൾ ഒരേ അനുപാതത്തിലായിരിക്കും, ഒരേ പ്രൊപ്പോർഷനിലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് AC എത്രയാണോ അതിന്റെ പ്രൊപ്പോർഷൻ തന്നെയായിരിക്കും എന്ത്, AD. അപ്പൊ നമ്മൾ എഴുതാൻ പോവാണ് AD സമം, നമ്മൾ എഴുതാൻ പോവാണ് എന്ത്, AD സമം AC എത്രയാണോ അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. AC എത്രയാണോ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മതി. ദിസ് ഈസ് ഈക്വൽ ടു AC എത്രയാണ് നമുക്ക് കിട്ടിയത്, 6. അപ്പൊ 6/3 എത്ര കിട്ടി, 2. അപ്പൊ AD എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് PD കാണണം. PD സമം PD നമുക്ക് കാണണം. PD നമുക്ക് എങ്ങനെ കിട്ടിയത്, എടാ PD എന്ന് പറയുന്നത് ഏതിന് ആനുപാതികമാണ്, BC ക്ക് ആനുപാതികമാണ്. അതായത് BC/3 ആണ്. BC എന്ന് പറയുന്നത് എത്രയാണ്, BC എന്ന് പറയുന്നത് 9 ആണ്. 9/3 സമം എത്രയാണ്, 3 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്കിത് എന്ത് കിട്ടി മക്കളെ, നമുക്കിത് എന്ത് കിട്ടി, ഇത് 2 കിട്ടി, ഇത് എത്ര കിട്ടി, 3 കിട്ടി. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എന്താണ് അവസാനത്തെ ചോദ്യം മക്കളെ, നിങ്ങളൊന്ന് പറഞ്ഞേ. എന്താണ്, കാൽക്കുലേറ്റ് ദി കോർഡിനേറ്റ് ഓഫ് P. Pയുടെ സൂചക സംഖ്യകൾ കാണണം. അപ്പൊ Pയുടെ സൂചക സംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. P സമം Pയുടെ കോർഡിനേറ്റ് കാണാണ് നമ്മൾ. Pയുടെ കോർഡിനേറ്റ് നമ്മൾ പറഞ്ഞു ഇവിടെ 4 ആണ്. ഇവിടെ എത്രയാണ്, 4. ഇതിന്റെ നമുക്ക് കിട്ടി എത്രയാ, ഇതിനെ നമുക്ക് 2 ആ കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, 4 + 2 കോമ ഇവിടെ നമുക്ക് എത്രയാണ്, 6 ആണ്. പ്ലസ് ഏത്, ഇത് നമുക്ക് 6 ആണ്. ഈ കാണുന്നത് എത്രയാണ് കിട്ടിയത്, 3 ആണ് കിട്ടിയത്. അതായത് 6 + 3, അതായത് P is equal to 6 and 9. P is equal to 6, 9 കിട്ടി. സെറ്റ് ആണല്ലോ. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്ക് അംശബന്ധം വെച്ചിട്ട് കാണാം, റേഷ്യോ വെച്ചിട്ടൊക്കെ നമ്മൾ എങ്ങനെ കാണും ശ്രദ്ധിച്ചോ. നമുക്ക് ആദ്യം Pയുടെ കാണേണ്ടി വരും. അപ്പൊ ഇത് എത്ര ആയിട്ട് എടുക്കേണ്ടി വരും, 2:1 ആയിട്ട് എടുക്കേണ്ടി വരും. ഇക്വേഷൻ എന്താ, x is equal to m into x2 plus n into x1 divided by m plus n. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. y കാണാനുള്ള ഇക്വേഷനോ, y is equal to എന്ന് പറഞ്ഞേ, y is equal to m into y2 plus n into y1 divided by m plus n. ഈ ഇക്വേഷൻ വെച്ച് ചെയ്താലും നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക, 6, 9 ആണ് കിട്ടുക. റെഡി ആണല്ലോ. ഇതിനൊരു മാർക്കുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന 5 മാർക്കിന്റെ ഒന്ന് നോക്കിയേ. 1 2 അല്ലെങ്കിൽ 2 2 4 + 1 5 മാർക്കിന്റെ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ പഠിച്ച മറ്റേ മെത്തേഡിലും നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെയാണ് ഇത് ചെയ്യാം, ഇത് നിങ്ങൾക്ക് കണ്ടെത്താം. അതുപോലെ ഇതിന്റെ ഈ പോയിന്റ് നിങ്ങൾക്ക് P കണ്ടെത്താനാണ് നമ്മൾ പറഞ്ഞത്. ഇത് 1:2 ആണ്. ഇവിടെ മുതൽ ഇവിടം വരെ 1, ഇവിടെ മുതൽ ഇവിടം വരെ 2 ആണ്. അപ്പൊ റേഷ്യോ വെച്ചിട്ട് P കിട്ടും. P കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ D കാണാൻ പറ്റും. അങ്ങനെ അതിന്റെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് അകലം കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഈ കാണുന്ന ആൻസർ ഒക്കെ തന്നെയാണ് കിട്ടുക. സെറ്റാണല്ലോ മക്കളെ. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വെരി സിമ്പിൾ, വളരെ എളുപ്പമുള്ള 5 മാർക്കിന്റെ സിമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് നോക്കിക്കേ. ബി ക്വസ്റ്റ്യൻ എന്താണ്, 1 is a point on a circle centered at 4 5. എന്താ, കേന്ദ്രം 4 5 ആയ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് 1 1. What is the radius of this circle? വൃത്തത്തിന്റെ ആരം എത്രയാണ്? Then what is the equation of this circle? വൃത്തത്തിന്റെ സമവാക്യം എന്താണ്? Calculate the coordinate of one of the points where the circle cut x axis. എന്താണ്, ഈ വൃത്തം x അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന ഒരു ബിന്ദുവിന്റെ സൂചക സംഖ്യ കണക്കാക്കാനാ പറഞ്ഞിട്ടുള്ളത്. വളരെ എളുപ്പം. അപ്പൊ നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു വൃത്തം ഉണ്ട് എന്നാണ് വിചാരിച്ചോ. നമ്മുടെ കയ്യില് അങ്ങനെ ഒരു സർക്കിൾ, ഒരു വൃത്തം ഉണ്ട് എന്ന് തന്നെ നിങ്ങൾ അങ്ങ് വിചാരിച്ചു. ഇതാണ് ആ വൃത്തം എന്നും വിചാരിച്ചു. നമ്മുടെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ട്, ഇതാണ് ആ സർക്കിൾ എന്ന് വിചാരിക്കാം. ഈ സർക്കിളിന് ഒരു സെന്റർ ഉണ്ട് കേട്ടോ. ഈ സർക്കിളിന് എന്തുണ്ട്, ഒരു സെന്റർ ഉണ്ട്. സെന്റർ മാത്രമല്ല, ഈ സർക്കിളിൽ ഒരു പോയിന്റ് ഉണ്ട്. ഈ സർക്കിളിൽ ഒരു പോയിന്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇവിടെ ഒരു പോയിന്റ്, എവിടെയെങ്കിലും ഒരു പോയിന്റ് അടയാളപ്പെടുത്തണം, അത്രേ ഉള്ളൂ. യെസ്. ഇനി ഈ സർക്കിളിന്റെ സെന്റർ, കേന്ദ്രം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്, 4 5 ആണ്. കേന്ദ്രം 4 5 ആണ്. Then 1 1 is a point on the circle. 1 1 ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. അപ്പൊ 1 1 ഈ വൃത്തത്തിലെ ബിന്ദുവാ. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ മക്കളെ നിങ്ങൾ പറഞ്ഞേ, ഈ കേന്ദ്രത്തിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള അകലമാണ് എന്ത്, റേഡിയസ്, ആരം. അപ്പൊ ഞാനിവിടെ റേഡിയസ് ആരം കാണാൻ പോവാണ്. ശ്രദ്ധിച്ചോ. R സമം
ഡിസ്റ്റൻസ് എന്താ? ഈ കേന്ദ്രത്തിൽ നിന്നും ഇവിടേക്ക് ഈ കേന്ദ്രത്തിൽ നിന്നും ഇവിടേക്കുള്ള അകലം കണ്ടാൽ മതി, ഡിസ്റ്റൻസ് കണ്ടാൽ മതി. റൂട്ട് ഓഫ് പറഞ്ഞേ 5 ഒന്നായി എത്ര കൂടി? 3 സ്ക്വയർ പ്ലസ് 5 ഒന്നായി എത്ര കൂടി? 4 സ്ക്വയർ സമം റൂട്ട് ഓഫ് 3ന്റെ സ്ക്വയർ 9 പ്ലസ് 16 സമം റൂട്ട് 25 സമം 5. റേഡിയസ് ആരം നമുക്ക് 5 കിട്ടി. നോക്കിക്കേ, ആരം കിട്ടിക്കഴിഞ്ഞാൽ 2 മാർക്കാ. ഇത്ര എഴുതിയ 2 മാർക്കാ. CRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യന്റെ കാര്യം ഇപ്പൊ ഞാനീ പറയുന്നത്. എത്ര എളുപ്പമാണെന്ന് നോക്കിക്കേ. അടുത്തത്, വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ? ഒരു മാർക്കുള്ളൂ. ഇക്വേഷൻ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു മാർക്കുള്ളൂ എങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതൊന്നും വേണ്ട, ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി. എന്താണ്? വൃത്തത്തിന്റെ സമവാക്യം കാണാനുള്ള സമവാക്യം. വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ? എന്താണ് വൃത്തത്തിന്റെ സമവാക്യം? എന്താണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. x മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി ഹോൾ സ്ക്വയർ സമം ആർ സ്ക്വയർ. ഇതാണ് വൃത്തത്തിന്റെ സമവാക്യം, ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. ഇനി x മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ? ആ വൃത്തത്തിന്റെ കേന്ദ്രത്തിലെ x ആണ്, സെന്ററിലെ x എത്രയാ? സെന്ററിലെ x എത്രയാണ്? 4 ആണ്. അപ്പൊ x മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി എന്ന് പറയുന്നത് സെന്ററിലെ y ആണ്, അതായത് y മൈനസ് 5 ഹോൾ സ്ക്വയർ സമം ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ ആരം, റേഡിയസ്. ഇവിടെ എത്ര കിട്ടി? 5. 5ന്റെ സ്ക്വയർ. സെറ്റ് ആണല്ലോ മക്കളെ, സെറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് വൃത്തത്തിന്റെ സമവാക്യം കിട്ടി. ഇത്ര എഴുതി വെച്ചാൽ മതിയടാ. ഒരു മാർക്കാണെങ്കിൽ ഇത്രയും എഴുതി വെച്ചാൽ മതി. സെറ്റ് ആണല്ലോ. വെരി ഈസി മക്കളെ. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മൾ പറയുന്നത്. എന്താ? കാൽക്കുലേറ്റ് ദി കോർഡിനേറ്റ്. Calculate the coordinate of one of the point where this circle cut the x-axis. ഈ വൃത്തത്തിൽ x ആക്സിസ്, ഇങ്ങനെ x ആക്സിസ് ഉണ്ടെങ്കിൽ ഈ വൃത്തം x ആക്സിസിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാണെന്നാണ് കാണുന്നത്. x ആക്സിസിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ്. ഈ വൃത്തം x അക്ഷത്തെ മുറിച്ച് കിടക്കുന്നത്. എടാ, x അക്ഷത്തെ മുറിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ y എന്തായിരിക്കും? 0 ആയിരിക്കും. x അക്ഷത്തെ മുറിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ y എന്തായിരിക്കും? 0. അത് നമുക്കറിയണം. Then equation of the circle, വൃത്തത്തിന്റെ സമവാക്യം എന്താ? x മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 5 ഹോൾ സ്ക്വയർ സമം 5 സ്ക്വയർ. റെഡി ആണല്ലോ. ഇതിൽ നമ്മൾ പറഞ്ഞു x ആക്സിസിനെ മുറിച്ച് കിടക്കുകയാണെങ്കിൽ അതിന്റെ y എന്തായിരിക്കും? x അക്ഷത്തെ മുറിച്ച് കിടക്കുകയാണെങ്കിൽ മക്കളെ അതിന്റെ y എന്തായിരിക്കും? 0 ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ y ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. x മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് y ക്ക് 0 കൊടുക്കണം. 0 മൈനസ് 5 ഹോൾ സ്ക്വയർ സമം 5ന്റെ സ്ക്വയർ 25. അതായത് x മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 5 5ന്റെ സ്ക്വയർ 25 സമം 25. റെഡി ആണല്ലോ. x മൈനസ് 4 ഹോൾ സ്ക്വയർ സമം ഈ 25 ക്യാൻസൽ ചെയ്ത ബാക്കി എത്രയാണ്? 0 ആണ്. അതായത് x മൈനസ് 4 സമം 0. x സമം എത്ര കിട്ടി? 4 കിട്ടി. എത്ര കിട്ടി? x സമം 4. അതൊന്നുകൂടി ഇവിടെ എഴുതാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചോ. x is equal to എത്ര കിട്ടി? 4 കിട്ടി. എടാ, x 4 കിട്ടി. y ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ്? 0 ആണ്. y 0 കൊടുക്കാൻ കാരണം എന്താണ്? ഒരു പോയിന്റ് x ആക്സിസിനെ മുറിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ, കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ അവിടെയുള്ള y എന്തായിരിക്കും? 0 ആയിരിക്കും. Therefore പോയിന്റ്, ആ പോയിന്റ് ഏതാന്ന് നമുക്ക് എഴുതണം. ആ പോയിന്റ് എത്രയാണ്? 40. അപ്പൊ ഈ സർക്കിൾ x അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന പോയിന്റ് ഏതായിരിക്കും? 40 40 ആയിരിക്കും. സെറ്റ് ആണല്ലോ മക്കളെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. ഈ 2 ചോദ്യങ്ങളും SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെറ്റ് സിയിലുള്ളതാണ്. അപ്പൊ നമ്മൾ സെറ്റ് 1ലെ ക്വസ്റ്റ്യൻസ് ചെയ്തു, സെറ്റ് 2ലെ ചെയ്തു, സെറ്റ് സിയിലെയും എല്ലാ ക്വസ്റ്റ്യനും ജോമെട്രി ആൻഡ് ആൾജിബ്ര, ജാമിതിയും ബീജഗണിതവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ചെയ്തതാണ്. റെഡി ആണല്ലോ. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മക്കളെ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോകണം. നിങ്ങളുടെ മോഡൽ എക്സാം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു പോവുക. നമ്മുടെ SSLC റിവിഷൻ സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ്. അതുപോലെ മക്കളെ, അടുത്ത
അടുത്ത വർഷം നമ്മൾ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി അടുത്ത വർഷം 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ചാപ്റ്റർ വൈസ് ടെക്സ്റ്റ് ബുക്ക് ഫ്രം ദി ബിഗിനിങ് ടു ദി എൻഡ് ചാപ്റ്റർ വൈസ് ടെക്സ്റ്റ് ബുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ കൺസെപ്റ്റും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾ 8ലോ 9ലോ 10ലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ അനുജന്മാരോ അനുജത്തിമാരോ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ പരിസരത്തോ ഉണ്ടെങ്കിൽ ഈ വിവരം നിങ്ങളിലേക്ക് എത്തിക്കണം. തികച്ചും ഉഷാറായിട്ട് വളരെ മികച്ച രീതിയിൽ നിങ്ങളെ മാത്സിൽ ഹെൽപ്പ് ചെയ്യാൻ ഈ ചാനൽ ഉണ്ടാകും. അപ്പൊ അതിൽ കാണാൻ നിങ്ങൾക്ക് അടുത്ത വർഷം 8ലോ 9ലോ 10ലോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരോട് ഈ കാര്യം നിങ്ങൾ അറിയിക്കണം. താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ വേണ്ടി പറയണം. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ? അപ്പൊ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരേക്കും ഗുഡ് ബൈ.